കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതിതു തന്നെ വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വധാത്രി ചരാചരമാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാനം നല്ലൊരന്നവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സന്ധ്യാനാമത്തിലൂടെ ഏതൊരു വ്യക്തിയെയും സാധകനാക്കാം എന്നതാണ് പൂന്താനത്തിൻ്റെ കാഴ്ചപ്പാട്. ഏത് വ്യക്തിയും ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തെ സന്ധ്യാനാമത്തിലൂടെ സാധകനാക്കാം, തപസ്വിയാക്കാം. അതിനുള്ള വഴിയാണ് ഈ വരികളിലൂടെ പൂന്താനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് സാധകനാകുന്ന ഓരോ വ്യക്തിക്കും വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ മുമ്പിൽ അവിശ്വാസം എന്നൊന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ ഈശ്വരൻ എന്ന അദമ്യമായ ഒരു ഭക്തി കൃത്യമായി ഉണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അച്ഛൻ വിശ്വനാഥനാണ്, അമ്മ ഈ കാണുന്ന ഭൂമി തന്നെയാണ്. ഈ കാണുന്ന ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം ഈശ്വരൻ്റെ വിഭൂതികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്നതെല്ലാം ഈശ്വരൻ്റെ വിഭൂതിയാണ്. അമ്മ ഈ ഭൂമിയാണ്, അച്ഛൻ ഈശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ കാഴ്ചപ്പാടിൽ ഈശ്വരൻ ലഭിക്കുന്നതെല്ലാം നമുക്ക് കിട്ടേണ്ടതാണ് എന്ന തികച്ചും അൺകണ്ടീഷണലായ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാത്ത കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ജപിക്കുന്നതിന് മുമ്പ് ഇന്നെന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ വേണമെന്നുള്ള കാഴ്ചപ്പാടുണ്ടാകുന്നതോടുകൂടി നാം ജപിക്കുന്നതിലുള്ള കാഴ്ചപ്പാടിനെ ഒരു യാന്ത്രികമാക്കി മാറ്റും, കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കി മാറ്റും. ജപം എന്ന് പറയുന്നത് ഒരു ഫ്ലോ, ഒരു ഒഴുക്ക് ഇല്ലാത്ത ഒന്നാക്കി നാം മാറ്റുകയാണ് ഇത്തരം കാഴ്ചപ്പാടുകൾ ചെയ്യുക. അത് പാടില്ല. ജപിക്കുന്ന സമയത്ത് ഇന്ന രീതിയിൽ ഈശ്വരനാണ് നമ്മുടെ അച്ഛൻ, ഭൂമിയാണ് നമ്മുടെ അമ്മ, ഈ കാണുന്ന ഈ ഭൂമിയിലുള്ളതെല്ലാം നമുക്കുള്ള ഈശ്വരൻ്റെ വിഭൂതികളാണ്. നമുക്ക് ജപിക്കാൻ ആരംഭിക്കാം. നമ്മുടെ മുമ്പിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. എല്ലാ തടസ്സങ്ങളും നീക്കാൻ നാം ആരംഭിക്കുക. സന്ധ്യാനാമത്തിലൂടെ നമുക്ക് ജപിക്കാൻ ആരംഭിക്കുക. ജപത്തിൻ്റെ മുമ്പിൽ മറ്റൊരു കാഴ്ചപ്പാടുമില്ല. എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളെയും നീക്കിവെക്കാനുള്ള ഒരു അചഞ്ചലമായ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അതില്ലാതായി പോകുന്നു എന്നതാണ് ഇക്കാലത്തെ ഓരോ വ്യക്തിയുടെയും പ്രധാനമായ തടസ്സം. നാം നമ്മുടെ ഉള്ളിൽ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത് എന്ന് പൂന്താനം പറയുന്നു. നമ്മുടെ ഉള്ളിലുള്ള തടസ്സമാണ് ഏറ്റവും വലിയ തടസ്സം. അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇങ്ങനെയുള്ള കോംപ്ലക്സുകളുടെ രൂപത്തിൽ കടന്നു വരും. നമുക്ക് ജപിക്കാൻ സാധിക്കില്ല. നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ സാധിക്കില്ല. ജപിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടുമോ, ജപിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടാതിരിക്കുമോ, ഇന്ന രീതിയിൽ ദോഷമുണ്ടാകുമോ, ജപിച്ചാൽ ദോഷമുണ്ടാകുമോ, ജപിച്ചില്ലെങ്കിൽ ദോഷമുണ്ടാകുമോ, ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ നമ്മെ വേട്ടയാടുകയാണ് ചെയ്യുക. നാം ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ജപിക്കാൻ ആരംഭിക്കുക, സാധന ചെയ്യാൻ ആരംഭിക്കുക. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം ആദ്യമായി കടന്നു വരണം. അവിടെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഈശ്വരനെ മാത്രം മുൻപിൽ സാക്ഷിയാക്കി നിർത്തുക. ഈശ്വരനാണ് നമ്മുടെ അച്ഛൻ, അമ്മ ഈ ഭൂമിയാണ്. ഈ കാണുന്ന വിഭൂതികളെല്ലാം ഈശ്വരൻ്റെ വിഭൂതികളാണ്. നമുക്ക് അനുഭവിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി സാധനയിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ആർക്കും സാധന ചെയ്യാം. അതിന് ഇന്നയാൾ എന്നൊന്നുമില്ല, ആർക്കും ചെയ്യാം, ആർക്കും സാധന ചെയ്യാം എന്ന് അടിവരയിട്ട് കൊണ്ട് പറയുകയാണ് പൂന്താനം ഈ വരികളിലൂടെ.